ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് സൺഡേ കൂടിയാണ്. സോ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റു, അടുപ്പെല്ലാം കത്തിച്ച് ചോറ് വയ്ക്കാനായിട്ട് അരി ഇട്ടു. ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പോകേണ്ട ഒരു ആവശ്യം കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ നേരം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. നേരത്തെ തന്നെ എണീറ്റു. പിന്നെ വീട്ടിലും കുറച്ച് പണിയുണ്ട്. എല്ലാ ദിവസം വർക്കിന് പോകുന്നതുകൊണ്ട് ഒരു ദിവസമല്ലേ നമുക്ക് റെസ്റ്റ് ഉള്ളൂ. അപ്പോൾ വീട്ടിലും കുറച്ച് പണിയുള്ളതുകൊണ്ട് നേരത്തെ തന്നെ എണീറ്റ് എല്ലാം കൂടി ഒരുക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പോകാമെന്നുള്ളതായിരുന്നു. ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ കടല വേകാനിട്ടു, ഉള്ളിയും തക്കാളിയെല്ലാം അരിഞ്ഞ് തട്ടിക്കൂട്ടി ഒരു കടലക്കറി ഉണ്ടാക്കി. അപ്പോൾ അച്ഛൻ പണിക്ക് പോകുന്നതിനുള്ളിൽ ചോറും കറിയും ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ ചോറും കറിയെല്ലാം ആക്കി റെഡിയാക്കി വെച്ചു. പാത്രം നിറയെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ സൈഡിൽ കൂടെ പാത്രം എല്ലാം കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അമ്മ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് എനിക്ക് രാവിലെ ഇത്രയും പണി. അമ്മ ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറില്ലായിരുന്നു. പിന്നെ അമ്മ അവിടെ നിന്ന് വിളിച്ച് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. ഓണം വരികയാണ്, അപ്പോൾ മുറ്റെല്ലാം ചാണകം തെളിച്ച് വൃത്തിയാക്കിയിട്ടെന്നുള്ളൊരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് മുറ്റത്ത് നിൽക്കാതെ അടുക്കളയിലത്തെ പണിയെല്ലാം കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ മുറ്റം അടിച്ചു വിടാൻ വന്നത്. അപ്പോൾ അടിച്ചു വിട്ട് അപ്പുറത്ത് വീട്ടിൽ നിന്ന് പോയി ഇത്തിരി ചാണകം എടുത്തിട്ട് വന്നു. ചാണകമെല്ലാം കലക്കി മുറ്റമൊക്കെ തെളിച്ച് വിടണമായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ പണി. കാരണം ഞാൻ അമ്മയുള്ള സമയത്ത് അമ്മക്കുള്ള സമയത്ത് ഞാൻ ചാണകം തെളിക്കുകയും മുറ്റം അടിക്കാറുണ്ട്. പക്ഷേ ചാണകം തെളിക്കുന്ന പണിക്ക് ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ ഓണം വരുന്നുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ ഇങ്ങനെ പൂക്കളിടാനായിട്ട് വൃത്തിയാക്കി വെക്കണം എന്നുള്ളത് കൊണ്ട് അമ്മ സ്ട്രിക്റ്റായിട്ട് അവിടെ നിന്ന് എനിക്ക് ഓർഡർ ഇട്ടു. അങ്ങനെ അമ്മയുടെ ഓർഡറും അനുസരിച്ച് മുറ്റമെല്ലാം വൃത്തിയാക്കിയിട്ടതും പോരാഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് മാത്രം എൻ്റെ അമ്മ വിശ്വസിച്ചോളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി കുളി കഴിഞ്ഞ് എത്തിയത് നല്ല വിശപ്പായിരുന്നു. ഞാൻ വേഗം പോയി ഞാനുണ്ടാക്കി വെച്ച കടലക്കറിയും ചോറും കൂട്ടി കഴിച്ചു. പിന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കടലക്കറിയും ചോറുമാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വന്നു ഗൈസ്. ഇന്ന് ആക്ച്വലി ആർഷികയില്ല, രേഷ്മയില്ല. ഞാൻ തക്കുൻ്റെ അടുത്ത് വേഗം റെഡിയായിരിക്കാൻ പറഞ്ഞു. അവൾ എന്താ ചെയ്തിട്ടുണ്ട് നോക്കാം. അപ്പം ഞാനിതാ ശ്രീഷിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവൾ എന്താ ചെയ്യണമെന്നല്ലേ? സമയം എത്ര മണിയാണ്? 10 മണി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നേരത്തെ എല്ലാം റെഡിയാക്കണമെന്ന്. കാണിക്ക്. ഇപ്പം എല്ലാം ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ ഗൈസ്. പോരാത്തതിന് ടി വിയും. എത്രയിലും നീ പഠിക്കുന്നത്? 10th പഠിക്കുന്ന കുട്ടി ടി വി നോക്കിക്കൊണ്ടിരിക്കുന്ന ചാനൽ ജാക്കി ചാൻ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡോറ നീ കാണില്ലല്ലോ, ഓഫ് ആക്കട്ടെ. ഇനിയിപ്പോൾ ടി വി കാണലൊന്നുമില്ല, ഇനി വീഡിയോ എടുക്കലാണ്. ഞാനും തക്കുടും മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, നോക്കാം. അങ്ങനെ ഞാനും തക്കുടും കൂടി കുറേ വീഡിയോസ് എല്ലാം എടുത്തു. ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല രണ്ടുപേരായപ്പോൾ സമയമൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങനെ ലഞ്ച് കഴിച്ച് പിന്നെയും കുറച്ച് വീഡിയോസ് എടുത്ത് കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. എന്നിട്ട് വൈകിട്ട് വീടെത്തിയപ്പോൾ എനിക്ക് ഇന്നലെ 2 ദിവസം പിടിച്ചിട്ട് ഭയങ്കര ആഗ്രഹം പഴംപൊരി കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ പഴമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പഴംപൊരി എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. പഴംപൊരിയും കഴിച്ച് കട്ടൻ ചായയും കുടിക്കുന്ന നല്ല ഫീലായിരുന്നു. അതും കൂടെ കഴിഞ്ഞ് രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കി. മുത്തി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തി എനിക്ക് ചിക്കൻ കറി കൊണ്ടുവന്ന് തന്നപ്പോൾ കറി വെക്കേണ്ട പണിയില്ല. അപ്പം ഞാൻ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കി. അച്ഛനും ഞാനും കൂടി ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഡിന്നറും കഴിഞ്ഞു. പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരാം. ബൈ.